ഈ സംഭവം നടക്കുമ്പോഴൊക്കെ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പറയാമോ? പറയാം സർ. മുഴുവൻ CCTV ദൃശ്യങ്ങളും എടുക്കണം. ശരി സർ. പിന്നെ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തരണം. ശരി സർ. താങ്ക്സ് അർച്ചന, വിവരങ്ങൾ തന്നതിന്. അർച്ചനയുടെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണമാണ് കുഞ്ഞിനെ തിരികെ കിട്ടിയത്. ഞാൻ മാത്രമല്ല സർ, ഇവരെല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്കതിന് സാധിച്ചത്. സാറിന്റെ അഭിനന്ദനം ഇവർക്കും കൂടി അവകാശപ്പെട്ടതാ. ആയിക്കോട്ടെ, എന്നാ ശരി. ഇനി ഞങ്ങൾ ഞങ്ങളെ ജോലി ചെയ്തോളാം. അയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യും. വരട്ടെ. അർച്ചനയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാനും എൻ്റെ മോളും എന്നും അർച്ചനയോട് കടപ്പെട്ടിരിക്കും. അയ്യോ, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല ചേച്ചി. എൻ്റെ മോൾക്കാണിത് സംഭവിച്ചിരുന്നെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യും. ഈ മക്കൾ തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? ഇനിയും നിന്ന് സമയം കളയണ്ട, മോളെ വാക്സിൻ എടുപ്പിക്കുക. ദാ ചെല്ല്. നിങ്ങൾ കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. കുഞ്ഞിനെ കാർഡിയോ സർജനെ കൂടി ഒന്ന് കാണിക്കണം. സിസ്റ്റർ എന്തിനാ? എന്തായി? എല്ലാം ഓക്കെ അല്ലേ? മാഡം പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തു. പക്ഷേ ആ അർച്ചനയാണ് മാഡം നമ്മുടെ എല്ലാ പ്ലാനും തകർത്തത്. ഒന്ന് രണ്ട് ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട്. കാർഡിയോ സർജനുമായി ഞാൻ സംസാരിച്ചു. എൻ്റെ ഊഹം ശരിയായിരുന്നു. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പാനിക് ആവരുത്. എന്താ ഡോക്ടർ? എന്താണെങ്കിലും പറയൂ. ഇപ്പോൾ എടുത്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. കുഞ്ഞിൻ്റെ ഹാർട്ടിൻ്റെ വാൽവിൽ ഒരു ഹോളുണ്ട്. അതുകൊണ്ടാണ് ബ്രീത്തിങ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നതും വല്ലാതെ കരയുന്നതും.
ഒരു സർജറി കൂടി മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പ്രായത്തിൽ ആ സർജറി ചെയ്യാനാവില്ല. ഒരു വയസ്സെങ്കിലും കഴിയണം അതിന്. അതുവരെ മരുന്ന് കൊടുക്കണം. റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ മരുന്ന് എഴുതിത്തരാം. കുഞ്ഞ് കൂടുതൽ നേരം കരയുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മരുന്ന് കൊടുക്കണം. എന്നിട്ടും കരച്ചിൽ മാറുന്നില്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരണം. കാർഡിയോ സർജൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ചില കുഞ്ഞുങ്ങൾക്ക് 1 വർഷം മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സർജറി ഒഴിവാകും. മരുന്നിൽ തന്നെ ശരിയായെന്നും വരും. അത് നിങ്ങളുടെ ലക്കവുലിരിക്കും. എന്തായാലും മരുന്ന് മുടങ്ങാതെ കൊടുക്കണം. ശരി ഡോക്ടർ. ഞാൻ മുറിയിലുണ്ടാവും, വന്നാൽ മതി. മരുന്ന് ഞാൻ എഴുതിത്തരാം. സന്ദീപേ, ഈ സമയത്ത് നമ്മൾ തകർന്നു നിന്നിട്ട് കാര്യമില്ല. ഇനി അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ആലോചിക്കേണ്ട. എനിക്കൊന്നും അറിയില്ല എടുത്തി. എന്റെ കൈയും കാലും ഒന്നും ഉറയ്ക്കുന്നില്ല. എന്റെ കാര്യം ഓർത്തിട്ടല്ല. ആതിരയോട് ഞാനിതൊക്കെ എങ്ങനെയാ പറയുന്നത്? എഴുതി, നമുക്കിതിപ്പോ ആതിരയോട് പറയണോ? ഡോക്ടർ പറഞ്ഞതുപോലെ ചിലപ്പോ മരുന്നുകൊണ്ട് നമ്മുടെ മോളുടെ അസുഖം മാറിയല്ലോ. 1 വർഷം കഴിഞ്ഞ് സർജറി വേണമെങ്കിൽ മാത്രം ആ സമയത്ത് അവളെ അറിയിച്ച പോരെ? ശരിയാ, നമ്മുടെ അവസ്ഥ മറ്റാർക്കും നമ്മളായിട്ട് കൊടുക്കണ്ട. പക്ഷേ 1 വർഷം മരുന്ന് മുടങ്ങാതെ കൊടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അപ്പൊ പിന്നെ അതിനെ അറിയിക്കാതെ എങ്ങനെ? അത് നീ ഓർക്കണ്ട. മറ്റാരും അറിയാതെ മോൾക്ക് മരുന്ന് ഞാൻ കൊടുത്തോളാം. അതിനെന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും നമുക്ക്. നമ്മുടെ മോക്കൊന്നും സംഭവിക്കില്ല. അമ്മയുടെ സ്ഥാനത്ത് ഈ വല്യമ്മ ഉണ്ടാവും. എടുത്തി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകും. ഞാൻ ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം വാങ്ങിയിട്ട് വന്നോളാം. വാക്സിൻ എടുത്തിട്ട് ഞാനും മോളും പോവാം. സന്ദീപ് വന്നാൽ മതി. നീ നോക്കണ്ട. നീ അന്വേഷിക്കുന്നവരാരും ഇവിടെ ഇല്ലിപ്പോ. സംഭവമൊക്കെ അവര് പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. നീ മയങ്ങിക്കിടന്നോണ്ട് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നീ മയങ്ങി വീഴുകയും ചെയ്തു. സന്ദീപ് അർച്ചനെ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് പോയിട്ട് വരട്ടെ. എനിക്ക് നേരത്തെ എന്താ പെട്ടെന്ന് പറ്റിയേ? ഞാനിങ്ങനെ ബോധം കെട്ട. ആ,
ബോധം കെട്ടതല്ല, മനഃപൂർവ്വം നിന്നെ ബോധം കെടുത്തിയതാ. നിന്റെ ചേച്ചി നിന്നെ ബോധം കെടുത്തിയിട്ട് അവൾ അവളുടെ കാര്യം നടത്തി. നീ മയങ്ങി വീണ സമയത്ത് അവൾ അതിവിദഗ്ധമായിട്ട് നിന്നെ പറ്റിച്ചു. നിന്റെ ശല്യമില്ലാതെ അവക്ക് കുഞ്ഞിനെ കുറച്ചു നേരം ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു. അതവൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. നിനക്ക് എങ്ങനെയാ ബോധം പോയെന്നറിയോ? ഞാൻ കൊണ്ടുവന്ന് പാല് കുടിച്ചിട്ട്. ഞാൻ അടുക്കളയില് നിനക്കുള്ള പാല് തിളപ്പിച്ചു വെച്ചപ്പോ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ സംസാരിച്ച് തിരിച്ചു വന്നപ്പോ അർച്ചന അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ അവളുടെ മുഖത്തൊരു കള്ളലക്ഷണം. പിന്നെ നിന്റെ ബോധം പോയപ്പോ എനിക്ക് മനസ്സിലായി, പാലിൽ അവൾ എന്തോ ചേർത്തു. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? നീ വീണപ്പോ ഞാൻ പറഞ്ഞതാ, നീ എണീറ്റിട്ട് കുഞ്ഞിനെ കൊണ്ട് പോവാന്ന്. അർച്ചന സമ്മതിക്കണ്ടേ? അവൾക്കപ്പ പോയേ പറ്റൂ. നീ ഉണർന്നാൽ അവളുടെ ഉദ്ദേശം നടക്കില്ലല്ലോ. സന്ദീപ് ആണെങ്കിൽ അങ്ങനൊരു കിഴങ്ങൻ. അവള് പറയുന്നതും കേട്ട് തുള്ളാനാ അവൻ നിൽക്കുന്നേ. സപ്പോർട്ടിന് അച്ഛനും. ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ കുഞ്ഞിന്റെ അമ്മയെ മയക്കി കിടത്തിയിട്ട് വല്യമ്മ കൊച്ചിനെ കൊണ്ട് നടക്കുന്നത്? നൊന്ത് പ്രസവിച്ച് നിനക്ക് പുല്ലുവില. അർച്ചനയ്ക്ക് ഏതായാലും ലോട്ടറി അടിച്ച പോലെ സ്വന്തമായിട്ടൊരു കൊച്ചിനെയും കിട്ടി. അതിരെ, ഞാനൊരു കാര്യം പറയാം. ഇന്ന് അവള് നിന്നെ ഒഴിവാക്കാൻ ഉറക്കമരുന്ന് ഉപയോഗിച്ചു. നാളെ ഒരു സമയം നിന്നെ എന്നേക്കുമായി ഒഴിവാക്കണമെന്ന് അവൾക്ക് തോന്നിയാ നിനക്ക് അവള് ചിലപ്പോ വിഷവും തരും. കുഞ്ഞിന് വേണ്ടിയാവുമ്പോ ചിലപ്പോ അവൾ അതിന് മടിക്കില്ല. സൂക്ഷ്യം കണ്ടു നിന്ന നിനക്ക് കൊള്ളാം. ആ, ആതിര എഴുന്നേറ്റോ? മോൾക്ക് പെട്ടെന്ന് വയ്യാതായപ്പോ സന്ദീപ് അർച്ചനയും കൂടി കുഞ്ഞിനെയും കൊണ്ട് പോയി. അതെന്താ, ഞാനിന്ന് ഉണരില്ലാന്ന് കരുതിയോ? അതോ അങ്ങനെ വരുത്തി തീർത്തോ? മോൾ എന്തൊക്കെയായി പറയുന്നത്? ആദ്യത്തെ വാക്സിനേഷൻ അല്ലേ, അപ്പൊ അത് മുടക്കാൻ പറ്റുമോ? അവന്തിക എടുത്തി അനക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവരെ ആരെങ്കിലും അച്ഛന് പറഞ്ഞു വിട്ടാ പോരായിരുന്നോ? എനിക്കറിയാം എല്ലാരും കൂടി എന്നെ പറ്റിക്കുവാണെന്ന്. അങ്ങനൊന്നുമില്ല, എല്ലാം നിനക്ക് തോന്നുന്ന. നീ ഇത്രയ്ക്ക് ശോഭിക്കാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞിനിങ്ങിതാ, എനിക്കൊരു മയക്കം വന്നപ്പോ ആ അവസരം നിങ്ങൾ മുതലെടുത്തല്ലേ? ഞാൻ എങ്ങനെയാ ബോധം കേട്ടാന്ന് ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് ഉത്തരം പറയാം. ദേ, ഞാനൊരു കാര്യം പറയാം. ബോധം കെട്ടെന്നല്ല, ഞാൻ ഇനി ചത്ത് കിടന്നാ പോലും എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തു പോവരുത്. പറഞ്ഞാലും മനസ്സിലാവില്ല. ആതിര പറയുന്നത് കേട്ട് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളുടെ സ്വഭാവം ഏറ്റവും നന്നായിട്ടറിയാവുന്നത് നിനക്കല്ലേ. അതുകൊണ്ട് ഇതൊന്നും കാര്യമാക്കണ്ട. സന്ദീപ് എവിടെ മോളെ? ഇപ്പൊ വരൂ അച്ഛാ. സാധാരണ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ നിന്നോട് പഞ്ച് ഡയലോഗ് അടിക്കാറാ പതിവ്. ആ പതിവ് ഇന്ന് ഞാൻ തെറ്റിക്കുക.
ജീവശവായിട്ട് നീ എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ കൊല്ലുന്നില്ല. ഇപ്പോ അർച്ചനയുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ പേര് അവന്തിക എന്നല്ല, ഇനിയും പേരിടാത്ത ആ കുഞ്ഞ. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പേ നിന്നെ തകർക്കുന്ന ആ കൈക്കുഞ്ഞ്. മാഷ് ഉറങ്ങുന്നില്ലേ? ഉറങ്ങാം, കിടന്നാലും ഉറക്കം വരില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം മനസ്സമാധാനത്തോടെ ഉറങ്ങണം. തന്നോടൊന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അവന്തിക മാഡം. പറയാനുള്ള കാര്യങ്ങൾ വേഗം പറഞ്ഞിട്ട് ഫോൺ വെച്ചേക്കണം. കൂടുതൽ കഥയൊക്കെ പറയാൻ നിന്നാലേ ആരെങ്കിലും പറഞ്ഞ് എന്നെ പണി പോകുന്ന കേസാ. ഇതാ പിടിക്കേ. ഹലോ ധനുഷ, ഒരു കാര്യം പറയാനാ നിന്നോട് വിളിക്കാൻ പറഞ്ഞേ. നിന്റെ ജാമ്യത്തിന്റെ കാര്യമൊക്കെ ഏകദേശം റെഡിയായെന്ന് വക്കീൽ വിളിച്ചു പറഞ്ഞു. അത് അറിയിക്കാനാ വിളിക്കാൻ പറഞ്ഞേ. നീ എന്തോന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞൊന്നും നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നീ എന്താ എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നെ? നിന്നെ അകത്തിട്ടിട്ട് ഞാനിവിടെ സന്തോഷമായിട്ട് കഴിയുകയാണെന്നോ? നിന്നോടുള്ള എൻ്റെ ഇഷ്ടത്തെ നീ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. 2 ദിവസം, 2 ദിവസം കഴിയുമ്പോൾ നീ പുറത്തുണ്ടാവും. ഉറപ്പാ? നിന്റെ ഈ ഉറപ്പ് ഞാൻ വിശ്വസിക്കുന്നു. നിനക്ക് എന്നോടുള്ള ഇഷ്ടം പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ ചതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 2 ദിവസം കൂടി ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു തന്നോളാം. ഹലോ 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 ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും. മാഷ് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുമല്ലോ. എനിക്ക് ഇനിയുണ്ട് 10-12 ദിവസം. ഇവിടുന്ന് വീട്ടിലോട്ടാണോ അതോ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണോ എന്ന് ഒരു പിടിയുമില്ല. ഞാൻ പോകുമ്പോൾ വേറെ ആരെങ്കിലും ഇങ്ങോട്ട് വരും. അത്രയ്ക്ക് സംഭവങ്ങളല്ലേ നാട്ടിൽ നടക്കുന്നത്. അല്ല, മാഷ് എങ്ങനെ അകത്തായത്? അത് പറഞ്ഞില്ലല്ലോ.
ഇപ്പോൾ എടുത്ത ടെസ്റ്റുകളുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഹലോ, രാത്രി ഇരുട്ടത്തേക്ക് നോക്കിയിരുന്ന് സ്വപ്നം കാണുകയാണോ? വെറുതെ അല്ല, എനിക്കറിയാം കാര്യം എന്താണെന്ന്.